ഹലോ ഗേസ്, വെൽക്കം ടു ദ ഗാക്വിഷ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8/2/2026 നടന്നിട്ടുള്ള സി-ടെക് പേപ്പർ 2ൻ്റെ ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലാംഗ്വേജ് 1 മലയാളം തിരഞ്ഞെടുത്ത പരീക്ഷാ വിദ്യാർത്ഥികൾക്കുള്ള ഉത്തരങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഗദ്യഭാഗം വായിച്ചുകൊണ്ടുള്ള 91 മുതൽ 99 വരെയുള്ള ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ദെൻ വി സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും ശരി ഉത്തരമാണോ എന്ന് നോക്കുക. ശരി ഉത്തരവും തെറ്റുത്തരവും നോക്കി വെക്കുക. നിങ്ങളുടെ മാർക്കുകൾ നിങ്ങൾ ഉറപ്പുവരുത്തുക കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ 91 ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. സമ്പർക്കം പുലർത്തുക. ഓപ്ഷൻ 2 സമ്പർക്കം പുലർത്തുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 92ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ശ്രദ്ധയും സേവന സന്നദ്ധയും. ദെൻ ക്വസ്റ്റ്യൻ 93 സുദീർഘം. 94 പേന. 95 പ്രീതി. 96 സമ്പത്തും പദവിയും. 97ൻ്റെ ആൻസറായിട്ട് വരുന്നത് കൽപ്പന. 98 അഹംഭാവം. 99 കടം ചോദിക്കുന്നത്. ഇനി നമുക്ക് വരുന്നത് പദ്യഭാഗം വായിച്ച് കൊണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതാനാണ്. 100 മുതൽ 105 വരെയുള്ള ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ 100ാമത്തെ ക്വസ്റ്റ്യന് ആൻസറായിട്ട് വരുന്നത് ശങ്കരാചാര്യന്. ദെൻ ദക്ഷിണം. 103ൻ്റെ ആൻസർ രത്നവ്യാപാരി. 104 തലയിണയിൽ. 105 ആൻസർ വരുന്നത് സമുദ്രം. ഇനി ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ മലയാളം ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള പെഡഗോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ഇനി നമുക്ക് അതൊന്ന് നോക്കാം. ഭാഷാബോധനത്തിൻ്റെ ഏത് സമീപനമാണ് പദങ്ങളെയും പദകൂട്ടങ്ങളെയും ഭാഷാ പഠനത്തിൻ്റെ അടിത്തറയായിട്ട് പരിഗണിക്കുന്നത്? ഏതാണ്? നിയോഗിഷ്ഠിത ഭാഷാ പഠനം, ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ലേണിംഗ് ആണ് ആൻസർ വരുന്നത്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റൈറ്റിങ്ങിൽ വരാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് കരിക്കുലം വിറ്റേ ആണ്. ദെൻ 108ാമത്തെ ആൻസർ ഓപ്ഷൻ 3 ആണ്. ബിയും സിയും ശരിയാണെന്നാണ് വരുന്നത്. ദെൻ 109 വ്യാകരണത്തിൽ ഏർപ്പെടുകയും പഠിക്കുകയും ചെയ്യുക. ദെൻ 110 ആൻസർ വരുന്നത് ബിയും സിയുമാണ് കേട്ടോ. ഓപ്ഷൻ 3 ബിയും സിയുമാണ് ആൻസർ വരുന്നത്. ദെൻ 111 ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുക കേട്ടോ മക്കളെ. ഓക്കെ, 111 ആൻസർ വരുന്നത് ഖണ്ഡിക കേട്ടെഴുത്ത് അല്ലെങ്കിൽ പാരഗ്രാഫ് ഡിക്റ്റിക്ഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പെഡഗോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് കേട്ടോ. 112 ആൻസർ ആശയവിനിമയ നൈപുണ്യം. 113 വ്യാകരണ നിയമങ്ങൾ പഠിക്കുകയും പിന്നീട് അത് പുനരുൽപ്പാദിക്കുകയും ചെയ്യുക എന്നാണ് പ്രൊസീജിയർ നോളജ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ 114 ഓപ്ഷൻ 3 ആണ് വരുന്നത്. 115 കൊഗ്നിറ്റീവിസം. ഓക്കെ, നമ്മുടെ യഥാർത്ഥ ലോക പരിസരം അല്ലെങ്കിൽ കേസ് അടിസ്ഥാന പഠനം തുടങ്ങിയ പഠനാന്തരീക്ഷങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച ബോധന ക്രമീകരണങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്നത് ഏത് വിദ്യാഭ്യാസ ശാസ്ത്രമാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ കോഗ്നിറ്റീവിസം ഉണ്ട്, നാറ്റീവിസം ഉണ്ട്, കൺസ്ട്രക്റ്റിവിസം ഉണ്ട്, ഓഡിയോ ലിംഗ്വിസം ഉണ്ട്. അപ്പോൾ അതിൽ വരുന്നത് നമ്മുടെ ഏതായാലും ഭൗതികപരതയാണ് അഥവാ കോഗ്നിറ്റീവിസമാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഓപ്ഷൻ ക്വസ്റ്റ്യൻ 116ൻ്റെ ഓപ്ഷൻ റിസപ്റ്റീവ് വൊക്കാബുലറി അല്ലെങ്കിൽ സ്വീകരണാത്മക പദകോശമാണ് ആൻസറായിട്ട് വരുന്നത്. ദെൻ 117 ഭാഷാർജനത്തിലും ഭാഷാ പഠനത്തിലുമുള്ള നിസർഗമായ പരികല്പന ഏത് എന്നാണ് ചോദിക്കുന്നത്. ഇതിന് ആൻസറായിട്ട് വരുന്നത് ഏതാണ് ആൻസർ? എല്ലാ ഭാഷകൾക്കും വ്യാകരണമുണ്ടെന്നും എല്ലാ കുട്ടികൾക്കും അത് അവരവരുടെ രീതിയിൽ പഠിക്കുമെന്നുള്ള ആശയത്തെ അത് നിരസിക്കുന്നു. അപ്പം ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ദെൻ 118
ആൻസർ വരുന്നത് ക്രിട്ടിക്കൽ റീഡിംഗ് അല്ലെങ്കിൽ വിമർശനാത്മകമായിട്ടുള്ള വായന. ദെൻ 119 മെറ്റാകോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഉള്ളടക്ക കേന്ദ്രീത ഭാഷാ നിക്ഷേപം അല്ലെങ്കിൽ കണ്ടന്റ് ഓറിയൻ ലാംഗ്വേജ് ഇൻപുട്ട് എന്നിവ സൂചിപ്പിക്കുന്നത് എന്തിനെയാണെന്നാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഭാഷാപയോഗത്തിൽ കേന്ദ്രീകരിക്കുന്ന ഭാഷാ നിക്ഷേപം ലാംഗ്വേജ് ഇൻപുട്ടാണ് വരുന്നത്.